DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ പ്രതികൾ ഹാജരാകണമെന്ന് കോടതി പറഞ്ഞു. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി. കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച. പ്രതി ഡോക്ടറെ ആക്രമിച്ചതും ലൈംഗികമായി പീഡിപ്പിച്ചതും തെളിഞ്ഞുവെന്നും വിചാരണ കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിർണായക ഇടപെടൽ നടത്തിയ കേസിൽ സംഭവം നടന്ന് 5 മാസത്തിനു ശേഷമാണ് വിധി പറഞ്ഞിരിക്കുന്നത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ആദ്യം അറിയിച്ചതെങ്കിലും കോടതി മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. മണ്ണാർക്കാട് നബീസ വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ച് കോടതി. നോമ്പുകഞ്ഞിയിൽ വിഷം കലർത്തി ഭർത്താവിന്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് 1-ാം പ്രതി ഫസീലയ്ക്കും ഫസീലയുടെ ഭർത്താവും നബീസയുടെ ചെറുമകനുമായ ബഷീറിനും ജീവപര്യന്തവും പിഴയും വിധിച്ചിരിക്കുന്നത്. കൊലപാതക കുറ്റം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ കൂറുമാറുമെന്ന് ഭയന്ന് CPM കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി. കലയുടെ മകൾ ലക്ഷ്മിയാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൈമാറിയത്. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കഞ്ചിക്കോട് സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി ഡിസ്റ്റിലറി യൂണിറ്റ് അനുവദിക്കാനുള്ള ഇടതു സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പരസ്യ വിമർശനവുമായി ഏലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു രംഗത്ത്. ഏലപ്പുള്ളിയിൽ ബ്രൂവറി പ്ലാന്റ് തുടങ്ങാനുള്ള മന്ത്രിസഭാ തീരുമാനം ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കാതെയാണെന്ന് രേവതി ബാബു വ്യക്തമാക്കി. 26 ഏക്കർ സ്ഥലത്താണ് ബ്രൂവറി തുടങ്ങുന്നത്. 2 വർഷം മുമ്പാണ് കമ്പനി ഈ സ്ഥലം വാങ്ങിയത്. ഇന്ന് രാവിലെയാണ് പദ്ധതി വരുന്നതിനെ കുറിച്ചുള്ള വിവരം കൃത്യമായി അറിഞ്ഞതെന്ന് രേവതി ബാബു പറഞ്ഞു. ബസ് ഡ്രൈവറുടെ അലംഭാവമാണ് നെടുമങ്ങാട് വാഹനാപകടത്തിലേക്ക് നയിച്ചതെന്ന് ജോയിന്റ് RTO ശരത്ചന്ദ്രൻ. പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നും ശരത്ചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡ്രൈവർ വളവ് ശ്രദ്ധിച്ചില്ല, ബസിന്റെ ബ്രേക്കിന് തകരാറില്ലെന്നും പരിശോധനയിൽ തെളിഞ്ഞതായി ശരത്ചന്ദ്രൻ പ്രതികരിച്ചു. നെടുമങ്ങാട് ആറ്റിങ്ങൽ ജോയിന്റ് RTOയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി MB രാജേഷിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത്. MB രാജേഷ് പറയുന്നത് പച്ചക്കള്ളമാണ്. പുതിയ നയത്തിന് വിരുദ്ധമായിട്ടാണ് നിലവിലെ പദ്ധതി. സ്വന്തം ജില്ലയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാൻ മന്ത്രി മുന്നിട്ട് ഇറങ്ങുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതിയായ മൂടഭൂമി കേസിൽ 300 കോടി രൂപ വിപണന മൂല്യമുള്ള 142 സ്ഥാവര സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി ED. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. കേസിൽ സിദ്ധരാമയ്യയാണ് 1-ാം പ്രതി. ഭാര്യയായ പാർവതിയാണ് കേസിൽ 2-ാം പ്രതി. ഗസ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ 735 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാറ് അംഗീകരിച്ചതിന് പിന്നാലെ ഇസ്രായേൽ നിയമകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തുവിട്ടത്. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള 25 പ്രായപൂർത്തിയാകാത്ത തടവുകാരൊഴികെ മോചിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള മുഴുവൻ തടവുകാരുടെയും പേരുകൾ മന്ത്രാലയം പുറത്തുവിട്ടു. 70 സ്ത്രീകളുടെയും 25 പുരുഷന്മാരുൾപ്പെടെ 95 തടവുകാരെ ഞായറാഴ്ച മോചിപ്പിക്കുമെന്ന് നേരത്തെയുള്ള പ്രസ്താവനയിൽ മന്ത്രാലയം അറിയിച്ചു.